നിങ്ങൾക്ക് ഈ ദൈവത്തെ അറിയാമെന്ന് പറഞ്ഞ് മൗനമായിരിക്കുക, അല്ലെങ്കിൽ ദൈവത്തെ അറിയാം പാസ്റ്ററെ എന്ന് പറഞ്ഞ് നടക്കാം. ഒരു പ്രതിസന്ധി വരുമ്പോ, ഒരു പ്രതികൂലം വരുമ്പോ, എന്റെ ദൈവം ഈ വിഷയത്തിൽ എങ്ങനെയാ പ്രതികരിക്കുന്നതെന്ന് കൃത്യമായ വെളിപ്പാടോടെ, എന്റെ ദൈവം അങ്ങനെ ചെയ്യത്തില്ല. അനാഖ്യമല്ലന്മാരുടെ മുമ്പിൽ എന്റെ ദൈവം ഞങ്ങളെ വിട്ടുകൊടുക്കത്തില്ല. കാരണം എന്തോ പ്രശ്നം, എന്റെ ദൈവത്തിന്റെ സ്വഭാവം അതാ. തമ്പുരാൻ പറഞ്ഞു, അവനൊരു പ്രത്യേക സ്വഭാവം, അവന് വേറൊരു ഹൃദയമാണ്. എന്തുവാ? കാരണം എനിക്ക് ദൈവത്തിന്റെ സ്വഭാവം അറിയാം. എന്നോട് പറഞ്ഞാൽ അതങ്ങ് ചെയ്യുമെന്ന്, എന്നോട് പറഞ്ഞാൽ അത് ചെയ്യുമെന്ന് എനിക്ക് ഉണ്ടോ? നിങ്ങൾ വേദപുസ്തകത്തിൽ ഞാൻ വേറൊരു മനുഷ്യനെ കണ്ടു. ഒരൊറ്റ പ്രാവശ്യം മാത്രമേ അവന്റെ പേര് എഴുതിയിട്ടുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം. പേര് ശിമയോൻ എന്ന്. ആർക്കും അറിയത്തില്ല, ഒരു മനുഷ്യനും അറിയത്തില്ല. മറിയയുടെയും ജോസഫിന്റെയും ചിന്ത കയ്യിലിരിക്കുന്ന കുഞ്ഞ് യേശു കർത്താവാണ്, മിശിഹ എന്ന് അവർക്ക് മാത്രമേ അറിയാത്തുള്ളൂ. ഒരു ശബ്ദവും ഇല്ലാതിരിക്കുമ്പോ, ഒരു സ്വപ്നവും ഇല്ലാതിരിക്കുമ്പോ, ദൈവം പറഞ്ഞതും ചേർത്ത് പിടിച്ച് വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും മരണത്തിന് തന്റെ ശരീരത്തെ വിട്ടുകൊടുക്കാത്തൊരു മനുഷ്യനുണ്ട്. പേര് ശിമയോൻ. അവനൊരു ശബ്ദം കേട്ട്, ഇങ്ങനെ കേട്ടെ, കർത്താവിന്റെ ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിന് മുമ്പ്, കാണുന്നതിന് മുമ്പ് നീ മരണം കാണത്തില്ല. എന്തുവാ മനുഷ്യൻ, നിനക്ക് ഇത്ര ധൈര്യം? നിന്റെ കൂടെയുള്ള സകലരും പറ്റുപോയല്ലോ. നിനക്ക് എത്ര വയസ്സായി? അറിയത്തില്ല പാസ്റ്ററെ. കൊളസ്ട്രോൾ ഉണ്ടോ? അറിയത്തില്ല. ഡയബറ്റീസ് ഉണ്ടോ? അറിയത്തില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, എനിക്ക് ദൈവത്തിന്റെ സ്വഭാവം അറിയാം. പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ സ്വഭാവം അറിയാം. ആ സ്വഭാവമാണ് എന്റെ ധൈര്യം, ആ സ്വഭാവമാണ് എന്റെ ബലം, ആ സ്വഭാവമാണ് എന്റെ സൗഖ്യം, ആ സ്വഭാവമാണ് എന്റെ ജീവൻ. ഇന്ന് പകലിൽ നിന്നോട് പറഞ്ഞത് ചെയ്യാൻ തക്കവണ്ണം ഇനി ആകാശം കീഴ്മേൽ മറിഞ്ഞാലും പറഞ്ഞത് ചെയ്യാൻ ഇറങ്ങുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വെളിപ്പാട് ഇതിനകത്ത് തിരിയട്ടെ.